ഇന്ന് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ച് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു കപ്പ് ചോറിലേക്ക് അര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് ഓരോന്നും ബോളുകളാക്കി എടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 8 ബോളുകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബോൾസും നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിന് മുകളിലായിട്ട് ഒരല്പം മൈദ തൂവി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതേ ഒരു രീതിയിലൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിനെ വീഡിയോയിൽ കാണിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് അതിന് മുകളിലായിട്ട് വീണ്ടും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് മൈദ തൂവി കൊടുത്ത് വീണ്ടും നെക്സ്റ്റ് ലെയർ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ലെയറും ചെയ്തെടുക്കുന്ന സമയത്ത് അതിനിടയിലായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിന് മുകളിലായിട്ടൊന്ന് മൈദ തൂവി കൊടുക്കണം. പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ലെയർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ഇതുപോലെ ഞാനും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വീണ്ടും മൈദ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് മൈദ ഇട്ട് കൊടുക്കരുത്. കുറച്ച് മാത്രം പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം പരത്തിയെടുക്കാം. ഇനി ഇതിലെ പൊടിയൊക്കെ നല്ലപോലെ തട്ടിക്കളഞ്ഞെടുത്തതിന് ശേഷം പാനിലേക്ക് കുറച്ചൊന്ന് നെയ്യ് സ്പ്രെഡാക്കി കൊടുത്ത് അതിലേക്ക് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഈ ഒരു പത്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ചെറുതായിട്ടൊന്നൊരു ബബിൾ ഫോം ചെയ്ത് വരുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് വീണ്ടും ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ലെയറോട് കൂടെ തന്നെയാണ് നമുക്കിതിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.